കടുത്ത വേനലിൽ കുട്ടനാട്ടിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു. പള്ളാത്തുരുത്തി, കൈനകരി എന്നിവിടങ്ങളിൽ കുടിവെള്ളം എത്തിയിട്ട് 12 ദിവസമായി. ചുട്ടുപൊള്ളുന്ന വേനലിൽ തൊണ്ട നനയ്ക്കാൻ പോലും വെള്ളമില്ലാതെ ആഴ്ചകൾ പിന്നിടുമ്പോഴും അധികൃതർ ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. ചുറ്റും വെള്ളമാണ് കുട്ടനാട്ടിൽ. പക്ഷെ കുടിക്കാൻ ഒരു തുള്ളി കിട്ടാനില്ല. പള്ളാത്തുരുത്തി, കൈനകരി എന്നിവിടങ്ങളിൽ കുടിവെള്ളം എത്തിയിട്ട് ദിവസങ്ങളായി. വെള്ളം വന്നിട്ട് ഇലക്ഷൻ കഴിഞ്ഞ് ഒരാഴ്ച മുന്നായിട്ട് നമുക്ക് ഇവിടെ വെള്ളമില്ല. ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോൾ മെമ്പർക്ക് അറിയാം. മെമ്പർ പറഞ്ഞു ഇവിടെ എല്ലാം പൊട്ടി കിടക്കുക, ശരിയാക്കി വരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ വെള്ളം ഇതായിട്ടും വന്നിട്ടില്ല. ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലാണ് മുണ്ടക്കൽ ടാങ്കിൽ നിന്ന് കൈനകരിയിൽ വെള്ളം വിതരണം ചെയ്യുന്നത്. എന്നാൽ ഒരാഴ്ചയായി പ്രദേശത്തെ ശുദ്ധജല വിതരണം കാര്യക്ഷമമാകുന്നില്ല. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വള്ളത്തിൽ ശുദ്ധജല വിതരണത്തിനായി പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും കാര്യക്ഷമമായിട്ടില്ല. ഇടത്തോടുകളിലടക്കം നിറഞ്ഞുകിടക്കുന്ന പോളയും വള്ളം കിട്ടാനുള്ള ബുദ്ധിമുട്ടുമാണ് നാട്ടുകാർക്ക് മുന്നിലെ വലിയ പ്രതിസന്ധി. കുളിക്കാൻ വെള്ളം ഉപ്പുവെള്ളം മതിയല്ലോ, അല്ല പിന്നെ നമ്മൾ കുളിച്ചില്ലേലും ഒരു ദിവസം അറിയത്തില്ല. പക്ഷെ കാപ്പിയും കഞ്ഞി തിളപ്പിക്കണ്ടേ. നമുക്ക് ഹൗസ് കണക്ഷൻ ഉണ്ട്, അടുത്ത് സർവീസ് പൈപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. വെള്ളം കിട്ടുന്നില്ല, അത്രേ ഉള്ളൂ. പൈപ്പ് കേടാന്നാണ് പരാതി പറയുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല, തിരക്കിയിട്ടില്ല. തണ്ണീർമുക്കം ബണ്ട് തുറന്നതോടെ പൊതുജലാശയങ്ങളിൽ കടുത്ത ഉപ്പുവെള്ളമാണുള്ളത്. ഈ ഉപ്പുവെള്ളമാണ് കുളിക്കാനും തുണി കഴുകാനും ഉപയോഗിക്കുന്നത്. വെള്ളം ഒട്ടുമില്ല. വെള്ളം വന്നിട്ട് 2 ആഴ്ച കൂടുതലായി. കാര്യങ്ങളൊക്കെ നടത്താൻ ഞങ്ങൾ നേരത്തെ സംഭരിച്ച് വെച്ച വെള്ളം ഉണ്ടായിരുന്നു, അത് വെച്ച് കാര്യങ്ങൾ. പക്ഷേ 3-4 ദിവസം കഴിയുമ്പോൾ സാധാരണ ഇവർ പൈപ്പിൽ എന്തെങ്കിലും ലൈൻ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് പോയിട്ടുണ്ടെങ്കിൽ 3-4 ദിവസം കഴിയുമ്പോൾ മെയിൻറ്റെയിൻസ് ചെയ്ത് നമുക്ക് വെള്ളം തരുമായിരുന്നു. പക്ഷേ ഇപ്പം ഇത്രയും അധികം നീണ്ടു പോകുന്നത് ആദ്യമായിട്ടാണ്. ഇത്ര അധികം പോകുന്നത്. അപ്പം ഞങ്ങൾ ഇരുന്ന വെള്ളമൊക്കെ ഞങ്ങളെടുത്ത് ഇപ്പോൾ ആറ്റിൽ ഭയങ്കര വെള്ളത്തിന് ഉപ്പാണ്. അതൊരു തരത്തിലും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് കുളിക്കാനും ശരീരത്തൊക്കെ നമുക്ക് ചൊറിച്ചിലുകളും പാടുകളും ഒക്കെ ഉണ്ടാവുക ആ വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ. അപ്പോൾ അത് കാരണം ഇരുന്ന പൈപ്പുകളൊക്കെ എടുത്ത് ഞങ്ങൾ കുളിക്കാനൊക്കെ ഉപയോഗിച്ച് കാരണം വെള്ളത്തിന് ക്ഷാമം ഭയങ്കരമായിട്ട്. ജനം, ആലപ്പുഴ.